ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് നമ്മുടെ പത്തിരിയുടെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിട്ട് പോകുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അതെങ്ങനെയാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കുക എന്നിട്ട് പറഞ്ഞിരുന്നത്. ഇതിന് വേണ്ടി നമുക്ക് ഒരു 4 മുട്ടയാണ് കേട്ടോ. അപ്പോൾ മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകോ അല്ലെങ്കിൽ കുരുമുളകോ വറ്റൽമുളകോ ഇങ്ങനെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ തൽക്കാലം ഇപ്പോൾ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ശേഷം അതൊന്ന് അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി ഇളക്കണം കേട്ടോ. നിങ്ങളോട് ആദ്യമേ പറയാനുള്ളത്, നിങ്ങൾ ഏത് പാത്രത്തിലാണോ ഈ മുട്ട സെറ്റാവാൻ വെക്കുന്ന ആ പാത്രത്തിൻ്റെ അടിവശത്ത് എന്ത് ചെയ്യണം, അല്പം എണ്ണയൊന്ന് തൂവി കൊടുക്കണേ. അല്ലെങ്കിൽ മുട്ട ചെറുതായിട്ടൊന്ന് അടിയിൽ പിടിക്കും. ഞാനത് മറന്നതാണ്. എന്നിട്ട് ശേഷം ലാസ്റ്റാണ് ഒഴിച്ചത് കേട്ടോ. അപ്പോഴും എനിക്ക് കറക്റ്റായിട്ടൊന്നും കിട്ടിയില്ല. ശേഷം ഇതുപോലെ കുക്കറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഇത് വെക്കുക കേട്ടോ. നമ്മളെ പാത്രം ഒന്ന് പൊക്കി നിർത്താൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ കുറച്ച് വെള്ളം വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതാ നമ്മൾ സെറ്റാവാനുള്ള മുട്ടയെ നന്നായിട്ട് അടച്ചു വെച്ചിട്ട് കുക്കറിൻ്റെ വിസിൽ ഊരിട്ടിട്ട് വേണം കേട്ടോ അടച്ചു വെക്കാൻ വേണ്ടിയിട്ട്. ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ സാധനം സെറ്റായിട്ട് വരും. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ എന്ത് ചെയ്യാം, മുറിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ സ്ക്വയറായിട്ടുള്ള ഷേപ്പിലാണ് മുറിച്ചെടുക്കുന്നത്. എന്നിട്ടൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്നത് വരേക്കും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ശേഷം ചൂടായി വന്നിട്ടുള്ള വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഉള്ളി നന്നായിട്ട് വാട്ടിയെടുക്കണേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉള്ളിയിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി വാട്ടിയെടുക്കണേ. ഉള്ളി നന്നായിട്ട് വാട്ടിയെടുത്തതിന് ശേഷം നമ്മൾ അതിലോട്ട് എന്ത് ചെയ്യണം, ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനോടൊപ്പം തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ട് ആ ഉള്ളിയുടെ കൂടെ കിടന്ന് വാട്ടിയെടുക്കണം കേട്ടോ. ശേഷം അതിലേക്ക് പൊടികളായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല എന്നീ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ശേഷം കുറച്ച് കരിവേപ്പിൻ്റെ ഇല, വളരെ കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അതിലോട്ട് അല്പം വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. ആ പൊടികളൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ചെടുത്തതിന് ശേഷം ആ വെള്ളം ഒന്നിങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച മുട്ട ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിതാ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തിള വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, നന്നായിട്ട് കുത്തി ഇളക്കാൻ പാടില്ല, കാരണം അത് ഉടഞ്ഞു പോവും. അപ്പോൾ പതിയെ അത് ഉടഞ്ഞു പോവാത്ത രീതിയിൽ വേണം അത് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് ലാസ്റ്റായിട്ട് നമ്മളതിലേക്ക് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കരിവേപ്പിൻ്റെ ഇലയും ശേഷം നമ്മളൊരു ഗരം മസാലയും തന്നെ ലാസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് കഴിക്കാൻ പാകത്തിനായി കേട്ടോ. ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ പത്തിരിയുടെ കൂടെയൊക്കെ അടിപൊളിയായിട്ട് പോകുന്നൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായം എന്തായാലും ഒന്ന് അറിയിക്കുക കേട്ടോ. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.